വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷി സാസ്. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറേ സാധനങ്ങൾ പെട്ടി നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഏനിയുടെ പൊക്കത്ത് കയറി നിന്നിട്ട് ഇതായിട്ട് അറിയുന്ന ഷോർട്ട് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ആ പെട്ടി മാത്രമല്ല, അതിന്റെ കൂടുതൽ വലിയൊരു ടെഡി ബെയർ അതന്നെ. അപ്പൊ ഈ വലിയൊരു ടെഡി ബെയറും പിന്നെ കുറെ ഡെക്കോർ ഐറ്റംസും പിന്നെ കുറച്ച് ഫ്രെയിമുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചുതരാം. ഈ ടെഡി ബിയർ കിട്ടിയ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ടെഡി ബിയർ കാശിക്കൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാ കിട്ടിയെന്നുള്ളത് ഞാൻ പറയാവേ. മുമ്പ് ഞാൻ കിട്ടിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ഈ ടെഡി കേട്ടോ. ഈ ടെഡി ടെഡീന്റെ മുഖത്ത് ലിപ്സ്റ്റിക് വെച്ച പാട് കണ്ടോ ഗൈസ്. ഇത് ആക്ച്വലി നമ്മൾ വാങ്ങിയതല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയതാണെന്ന്. അതെ, ഇവിടെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ മെസ്സേജ്, മലയാളിയാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ വലിയ ടെഡി ഉണ്ട് വേണോന്ന് ചോദിച്ചിട്ട് എനിക്ക് 2 ആഴ്ച മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അന്നേരം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ടെഡി വേണ്ട, കുറച്ച് ദൂരം പോയിട്ട് കളക്ട് ചെയ്യാനായിട്ട് ടെഡി ബെയർ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടോ. അന്നേരം ആ ചേട്ടനോട് അത് കളഞ്ഞോളാൻ പറഞ്ഞു. കാശിക്കൊണ്ട് ഓർത്തപ്പോ ആ ചേട്ടൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാട്ടോ കാശിക്കൊണ്ട് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. ചേട്ടന്റെ പേര് അനുരാജ് എന്നാണ് കേട്ടോ. അനുരാജ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ കിടക്കുന്നത്. ആ ചേട്ടനാണ് നമുക്ക് അയച്ച് തന്നതട്ടോ. ഫോട്ടോ അയച്ചത് ടെഡിയുടെ 2 ആഴ്ച മുമ്പ്. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയായിരുന്നു. പക്ഷെ എങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ കാണുന്ന ഐറ്റംസ് മുഴുവനും എനിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചെന്നിട്ട് പറഞ്ഞു ഇത് വേണമെന്ന് വെച്ചിട്ട്. അപ്പൊ തന്നെ ഞാൻ ഒന്നും നോക്കില്ല, വേണം ചേട്ടാന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് ഞാൻ എന്റെ നമ്പർ കൊടുത്തു. അങ്ങനെ ലൊക്കേഷൻ അയച്ച സാധനം ഇന്നലെ രാത്രി തന്നെ എന്റെ വീട്ടിലെത്തി. അപ്പൊ എന്തൊക്കെ സാധനങ്ങളാന്നുള്ളത് കാണിച്ചിട്ട്. അപ്പൊ ഈ വീട്ടിലത് കുറെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ഫ്രെയിംസ് ആണ്, വുഡൻ ഫ്രെയിംസ് ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ നമ്മുടെ വീടിന്റെ ഇവിടെ ഈ ഒരു പോർഷൻ ബാക്ക്ഗ്രൗണ്ട് ഇന്നലെ സെറ്റ് ആക്കിയായിരുന്നു നമ്മള്. നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് വാൾപേപ്പർ വെച്ച് കീറി. അപ്പൊ അതിന്റെ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ടായ ഈ ഫ്രെയിംസ് ഒക്കെ ആ ചേട്ടൻ തന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഈ ഒരു പെട്ടി നിറച്ചും ഈ ഒരു ഫ്രെയിം തന്നെയാണ് കേട്ടോ മുഴുവനുള്ളത്. അപ്പൊ ചിലതിൽ ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്, ചിലതിനകത്ത് ഇതുപോലെ ഫ്രെയിമിന്റെ പുറകിൽ സ്ഥലമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ വെക്കാം. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ, കുറെ പ്ലെയിൻ ആയിട്ടുള്ളത് ഇതുപോലുള്ള കുറെ ഫ്രെയിംസ് ഉണ്ട്. ഇത് കണ്ടോ പ്ലൈവുഡ്, എന്താണ് പ്ലൈവുഡ് അല്ല, ഇത് മരത്തടി തന്നെയാണ്, നല്ല മരത്തടിയാണ് കേട്ടോ. ആക്ച്വലി ഇതുള്ള ഒരു പീസൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. പിന്നെ കിട്ടിയത് മുഴുവൻ ഞാൻ കാണിച്ചുതരാം. ഈ എണി അതുകൊണ്ട് ഇന്നലെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഇവിടെ വീട്ടിലിരിക്കുന്ന എണ്ണ കേട്ടോ, നമ്മുടെ തൊട്ടപ്പുറത്താണ്. പിന്നെ കിട്ടിയ സാധനങ്ങളാണ് ഈ കിടക്കുന്ന മക്കളെ. ഇത് കണ്ടോ, ഇത് ഫുള്ളും ഇവിടുത്തെ അറബ്സ് കൾച്ചറിന്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഇത് വിളിച്ചോതുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കഥകളി, മോഹിനിയാട്ടം, തെങ്ങ് പനയ പോലെ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കൂല. അതുപോലെ ഇവിടുത്തെ ഓരോ കൾച്ചറിന്റെ ഓരോരോ സംഭവങ്ങളാണ് കേട്ടോ ഈ കൊടുത്തേക്കുന്നത്, ഓരോരോ സ്ഥലങ്ങള്. പിന്നെ ഇവിടെ നമ്മള് ഇതേ കണ്ട ഇത് എനിക്ക് തോന്നുന്നു ഈ നോമ്പൊക്കെ ആളുകൾ ഇരുന്ന് ചെയ്യണ തന്നെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഒട്ടകം, എനിക്ക് എന്താന്ന് പറഞ്ഞുതരാൻ അറിയത്തില്ല. അങ്ങനത്തെ കുറെ ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഓരോന്നിനും ഓരോരോ പടങ്ങളുണ്ടോ. മക്കയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, മക്കയും മദീനയൊക്കെ ഉണ്ടെന്ന് തോന്നട്ടെ. എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല. ഇത് കണ്ടോ, അത് ഓരോ ഇത് ശരിക്കും പിക്ചർ ഉള്ള കേട്ടോ. അത് ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. ഞാൻ ആദ്യം പടം വരച്ചേക്കുന്നാന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് പടം ഒട്ടിച്ചേക്കുന്നതാണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റിയിട്ട് നമ്മുടെ പിക്ചർ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഒട്ടകത്തിനെയൊക്കെ എല്ലാവരും ഫോട്ടോസാണ് കേട്ടോ എല്ലാം വരുന്നത്. ഓരോന്നും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇത്ര സാധനങ്ങൾ ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് എനിക്ക് തോന്നും ഈ ഫ്രെയിംസിന്റെ പുറകിൽ ഇതിന്റെ ആർട്ടിസ്റ്റിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഡിസൈൻ ബൈ എന്താ എഴുതിയത് എനിക്ക് മനസ്സിലാവുള്ളൂ ഗൈസ്. ഡിസൈൻ ബൈ എന്തോ എഴുതിയിട്ടുണ്ട്, അറബിലും എഴുതിയിട്ടുണ്ട്. ഷറഫ് എന്നായിരിക്കും, ഒരിക്കലും അറിയില്ല. മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇപ്പോ എനിക്ക് നമ്മുടെ ഈ ഒരു ടെഡി ബെയർ തന്ന ചേട്ടൻ തന്നെ അയച്ചു തന്ന ഫോട്ടോ ഒന്ന് നമ്മൾ കൊണ്ടുവന്നാണ്ട. കാരണം ആ ചേട്ടൻ ജോലി ചെയ്യുന്ന അറബിന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ ഒഴിവാക്കിയപ്പോ എനിക്കൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നാണ് കേട്ടോ. പിന്നെ ടെഡി ബെയറും ആ ചേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോ ഇത് കളക്ട് ചെയ്യാൻ ചെന്നപ്പോ ആ ടെഡി ബെയറും എക്സ്പെർട്ട് ആയിട്ട് നമുക്ക് തന്നെ കിട്ടി കേട്ടോ. നമുക്ക് മുഴുവനും ഈ ഒരു പെട്ടിയിലായിരുന്നില്ല. എന്റെ ആക്രാന്തത്തിൽ ഞാൻ പൊക്കി കഴിഞ്ഞപ്പോ ഈ പെട്ടിയിൽ നിന്ന് പോയി എല്ലാം ഞാൻ ഈ പെട്ടിയിലേക്ക് എടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇത്രയും ഫ്രെയിംസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറെ ഐറ്റംസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ വീഡിയോക്ക് ബെൽ ബട്ടൺ ഉണ്ട്. ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. കാശുകൊണ്ടുകൂടെ തരാപ്പാൻ കണ്ടിട്ട് നടക്കണമെങ്കിൽ ചടക്ക് ഫ്രണ്ടിലേക്ക് വരുന്നതായിരിക്കും. സോ ഗൈസ്, അയ്യോ അച്ഛന്റെ കളിപ്പാട്ടം ഗൈസ്, ഈ ടെഡി ബെയർ നല്ല ടെഡി ബെയർ ആണ്. ആ വീട്ടിലുള്ള കുട്ടികൾ തന്നെ യൂസ് ചെയ്തിട്ട് അവര് പുറത്തേക്ക് കളയാൻ വെച്ചിരുന്ന ടെഡി ബെയർ ആണ്. കണ്ടോ, എന്റെ എത്രയും നീളമുണ്ട് ഇതിന്. ഇത്
ഇതിന്റെ ചുണ്ടത്ത് അവർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഉണ്ട്, കണ്ണിൽ ഐലാഷ്, കണ്ണിൽ എന്തൊക്കെയോ കൊച്ചുങ്ങൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അറബ്സ് നോമ്പൊക്കെ ആവുന്ന സമയമാകുമ്പോഴേക്കും വീട്ടിലുള്ള കുറെ സാധനങ്ങൾ ഒഴിവാക്കൂല, അങ്ങനെ ഒഴിവാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ശല്യമായിട്ട് ഒഴിവാക്കിയതായിരിക്കും. കുറച്ചാളുമ്പോൾ നമുക്ക് ശല്യമാവുമായിരിക്കും. ഈ ഒരു ടെഡിബിയർ അന്നേരത്തേക്ക് ഇവിടെയുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികളുള്ള അമ്മമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാനത് കാശിക്കൊണ്ട് അറിയാണ്ട് നിങ്ങൾക്ക് തരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഈ പാവ ഇവിടെ കിടക്കട്ടെ. കാശിക്കൊണ്ടിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഈ പാവക്കാലത്ത് ഇതിനകത്ത് കയറിയിട്ട് ഇതിന് ചായ ഇരുന്നിട്ടാണ് ഇപ്പൊ TV കാണുന്നത്. അപ്പൊ നല്ല പാവയാണ് ഗൈസ്. അതിനകത്ത് കുറച്ച് ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമുള്ള അതിനൊരു കുഴപ്പം. അപ്പോ നമ്മുടെ ഹോം ടൂർ കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട്. ഹോം ടൂർ നമ്മൾ അടുത്ത ദിവസം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഹോൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാശിക്കുട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. കാശിക്കുട്ടൻ അപ്പുറത്തപ്പുറത്ത് നടക്കുമായിരുന്നു. കാശിക്കുട്ടൻ അങ്ങനെ ദേ വന്ന് പാവാച്ചിമ്മ കയറിയിരിക്കണുണ്ടോ? കാശിക്കുട്ട ഇത് കാശിയുടെ അല്ലല്ലോ ഇന്ന് അല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഈ വർക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഈ ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തതും പിന്നെ കാശിക്കൊണ്ട് ഉമ്മ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുന്നു. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ പടം വരയ്ക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പടമൊക്കെ വരയ്ക്കുമെങ്കിലും ഞാൻ ഇത് ഒരിക്കലും മേടിക്കണമെന്ന് വിചാരിച്ചില്ല. കാരണം ക്യാൻവാസ് ഒക്കെ വെച്ച് വരക്കണവർക്കായിരിക്കുമല്ലോ കൂടുതലും ഇതിനോട് ഇൻട്രസ്റ്റ്. ഇതുപോലെ 2 എണ്ണം ഏട്ടനെ ഇവിടെ നോക്കിയിട്ടുണ്ട്. പുത്തൻ സാധനമാണ് ഗൈസ്, കണ്ട പുത്തനാണ്. ഏട്ടൻ ഏതോ ഓഫീസൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞപ്പോ അവിടെ ഇങ്ങനെ ഒഴിവാക്കാൻ ഇട്ടിരുന്നതാണ്. അങ്ങനെ ഏട്ടൻ എനിക്ക് കൊണ്ടു തന്നാണ്ട്. ഒരെണ്ണം ഈ ഒരു വലിപ്പമുള്ളതാണ്. ഒരെണ്ണം കുറച്ചും കൂടി വലിയ പൊക്കം കുറവുള്ളതോ കുറഞ്ഞതോ കൂടിയതോ അതേതാന്ന് എനിക്കറിയില്ല. ഒരെണ്ണം ഞാൻ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം പുറത്ത് വെച്ചേക്കുവാണ് കേട്ടോ. എന്താ വെച്ച് പിന്നെ പറഞ്ഞു കീറെടുത്താതിയോ? അങ്ങനെയാണ് പടം വരക്കേണ്ടത്. കാശിക്കുട്ടിന് അറിയാനത്ത് എങ്ങനെ പടം വരക്കേണ്ടത് അല്ലേ? ഡാൻഡിഗോല് കണ്ടിട്ടുണ്ട്. കാശിക്കുട്ടൻ തൽക്കാലം ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. ഇപ്പൊ മൊത്തത്തിൽ അലകലായി കിടക്കാണ് ഗൈസ്. കാരണം പുറകിൽ ഒരു പെട്ടിയുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വിരിച്ചിട്ടേക്കാണ്. കാശുകൊണ്ട് കുറെ കളിപ്പാട്ടത്തോടെ ഒരു പെട്ടിയുണ്ട്. ഈ വാട്ടർ ക്യാൻ കൊണ്ടൊന്ന് പുറത്ത് വെക്കണം. സോഫയിൽ കവർ ഇടണം. ഈ സോഫയിൽ കവർ ഇടണം. അപ്പൊ ഈ സോഫയൊക്കെ നമുക്ക് ചുമ്മാ കിട്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പൊ അതിനൊക്കെ കവർ മേടിച്ചിട്ട് ഇടണം, അല്ലെങ്കിൽ എപ്പോഴും പൊടിയാവും. കാശുകൊണ്ട് കയറി ഇരുന്ന് കളിക്കണുണ്ട്. അപ്പോ ഹോള് നമ്മൾ മേക്ക് ഓവർ ചെയ്ത് വന്നിട്ട് ഒന്ന് അതാണ് അവിടെ കീറലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അത് നമ്മളത് ആ ഒരു സ്ഥലം മാറ്റിയിട്ട് ഇവിടെ കീറിയിട്ടുണ്ടായ ഒരു ഭാഗം നമ്മൾ മാറ്റിയിട്ട് വോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താണ്. ആക്ച്വലി എന്നോട് കുറെ കൂട്ടുകാർ ചോദിച്ചിട്ടോ. ഇതിന്റെ പുറകിൽ കീറിയിരിക്കുന്നതുകൊണ്ടാണ് ഈ നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തേട്ടോ. അപ്പോ ആക്ച്വലി ഇതിന്റെ പുറകിലായിട്ടും വീണ്ടും വേറെ വാൾ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു വന്നവരെ പുതിയ വാൾ സ്റ്റിക്കർ മാറ്റി ഒട്ടിക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര കട്ടിയിലിരുന്നായിരിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് AC വെള്ളം വന്നുകൊണ്ടായിരിക്കും അവിടെ നിന്ന് കീറി പൊന്ത. അപ്പൊ അത് ഭംഗിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ്. ഞാൻ ആക്ച്വലി വരച്ചേക്കുന്ന പേപ്പറിലാണ്. അപ്പൊ എന്നോട് കുറെ കൂട്ടുകാർ കമന്റ് ചെയ്ത് ചോദിച്ചായിരുന്നു. കാരണം എന്നോട് പേപ്പർ അല്ലേ നനഞ്ഞാൽ പോകില്ല. ശരിയാണ് കേസ്, നനഞ്ഞി പോകും. ഞാനത് ആക്ച്വലി ഇത് ഒട്ടിച്ചപ്പോ ഓർത്തില്ല ഇതിന്റെ മുകളിൽ AC നമ്മളിവിടെ വന്നിട്ട് AC ഇടാറുണ്ടായില്ല. അതുകൊണ്ട് AC വെള്ളം വരുന്നുള്ള ആ ഒരു ബോധം എന്റെ തലയിലുണ്ടായിരുന്നു. ഒട്ടിച്ച ഏട്ടനാ എന്നോട് പറഞ്ഞത് ഇതിപ്പോ AC ഓണാക്കുമ്പോ വെള്ളം വരുമ്പോ ഇത് സ്പ്രെഡായി ചീത്തായി പോലെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തായാലും ഒട്ടിച്ച് പോയില്ല, ഇനി എന്തായാലും ഇപ്പൊ AC ഒന്നും ഇടാൻ പോകില്ല. കാരണം ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഇത് ചൂടാകുമ്പോഴേക്ക് ഇട്ടുള്ളൂ. നേരത്തേക്ക് ഇത് മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും മോൾ സ്റ്റിക്കർ എന്തെങ്കിലും ഒട്ടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ട് കുറെ പേർക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഉണ്ടായി. സോ ഗൈസ്, പിന്നെ ഇതിന്റെ പുറകില് നമ്മുടെ ഈ വാതിന്റെ പുറകില് ഇന്നുണ്ട് ഇതുപോലെ ഒരു ചില്ലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ പുറകില് പ്രാവൊക്കെ ഉണ്ട് ഗൈസ്. പ്രാവ് ഇപ്പൊ കുഞ്ഞൊക്കെ ആയിട്ടിരിക്കണേ, ഞാൻ കാണിച്ചു തരാം. കുഞ്ഞൊക്കെ ആയിട്ട് ചിറക് മുളച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അത് പ്രാവ് കണ്ടോ. 2 പ്രാവും കുഞ്ഞുണ്ട്, ഒരമ്മ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വാല തുറന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാവിന്റെ അമ്മ ഇപ്പൊ പറന്നു പോകും. അതുകൊണ്ട് ഞാനിപ്പോ തുറക്കുന്നില്ല ഗൈസ്. വേറെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോയിലായിട്ട് ഞാൻ കാണിക്കാട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്ത ഒരു മേക്ക് ഓവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സെറ്റി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടാറുണ്ട്. പിന്നെ കുറച്ച് പില്ലോ കവേഴ്സും പില്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ബെഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാശിക്കൊണ്ട റൂമിലെ ബെഡാണ്. കാശിക്കൊണ്ട റൂമിൽ 2 എന്തുണ്ടായി കട്ടില് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പിന്നെ നമ്മള് നേരിട്ട് കാട്ടിക്കളഞ്ഞത്. എന്തെടുത്ത് കളഞ്ഞത്? കാട്ടിക്കളഞ്ഞത്. കാശിക്കൊണ്ട ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ നമ്മളിവിടെ വിരിക്കും, ഇവിടെ ഇടും. എന്നിട്ട് നമ്മള് ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യും?
TV സിനിമ ആണ്. കൂട്ടുകാരൊക്കെ വരുമ്പോ സിനിമ ആണ്. അതുപോലെ ഇതിന്റെ പുറകിൽ ഈ കട്ടന്റെ പുറകിലും ഒരു സംഭവം ഉണ്ട് കേട്ടോ. പക്ഷെ ഇത് ഇല്ല ഇങ്ങനെ ഒട്ടിച്ചേക്കോണ്ടോ അലൂമിനിയം ഫോയില് അഗിമഗി വരും. കാശിന്റെ അഗിമഗി ഇത് താഴെ കിടക്കണ്ട ഗൈസ്. ഇതിനെ കാശിക്കൊണ്ട് പേടിയാണ്. കാരണം എന്താ, കാശിക്കൊണ്ട് എടുത്ത അഗിമഗി രാത്രി കാശിക്കൂട്ടിനാക്കി പിടിക്കാൻ വന്ന അഗിമഗിനെ കാശിക്ക് ഇഷ്ടല്ല ഗൈസ്. അപ്പൊ അത് അലൂമിനിയം ആ ഫ്ലോയില് പറിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രാവിന്റെ കുറുകുറു കേൾക്കാം. പ്രാവുണ്ട് അവിടെ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ഡെക്കോറാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ ഒരു ചില്ല് പാത്രത്തില് നമ്മള് പൈൻ കോണൊക്കെ വെച്ചിട്ട്. ഇത് നമ്മള് കുറച്ച് നാൾ മുമ്പ് ചെയ്താണേ. നമുക്ക് ചുമ്മാ കിട്ടിയ ബൗളാണ്. ആ ബൗളിനകത്ത് നമ്മൾ ഇതുപോലെ മണല് നിറച്ച് അവിടെ അടുത്തുള്ള പാർക്കിൽ പോയിട്ട് മണല് നിറച്ച് അടുത്തുള്ള പാർക്കിൽ പോയിട്ട് എന്നിട്ട് നമ്മള് പൈൻകോണിനൊക്കെ എന്താ പെയിന്റ് അടിച്ചിട്ട് ഒരു മെഴുതിരിയൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഡെക്കോറാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ മെഴുതിരി സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് നമുക്ക് മെഴുതിരി കത്തിച്ച് ഇങ്ങനെ ഭംഗിക്ക് വെക്കാം. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കത്തിക്കാറുള്ളൂ. നമ്മൾ ഭംഗിക്ക് വെച്ചേക്കുന്ന സാധനമാണ് ഈ ഒരു എന്താ പറയാ കിറ്റില് ചായ ഒന്ന് വെച്ച് നോക്കില്ല ഗൈസ്. ഞാൻ വെറുതെ ഭംഗിക്ക് വെച്ചേക്കുന്നതാണ് കേട്ടോ. രസമല്ലേ കാണാൻ വേണ്ടിട്ട്. പിന്നെ നമ്മുടെ ഹോളിലിരിക്കുന്ന ഒരു ഡെക്കോറാണ് നമ്മുടെ ഒരു പാത്രം കേട്ടോ. ആഭരണപ്പെട്ടിയാണ് കേട്ടോ. ഇത് ആക്ച്വലി കാശിക്കൂട്ടിന്റെ ബെഡ് നമ്മൾ കട്ടിൽ നമ്മൾ മേടിച്ചു കഴിഞ്ഞപ്പോ ഒരു കാശിക്കൊണ്ട് ബെഡ് നമ്മൾ ഒരു കടയിൽ ആക്ച്വലി കാശിക്കൂട്ടിന്റെ ബെഡ് നമ്മള് ഒരു അറബിന്റെ അടുത്ത് മേടിച്ചാണ്. അറബ്സ് അല്ല വേറെ ആരോ ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് വീട് മാറി പോവാൻ നേരത്ത് ഐക്യന്റെ ബെഡ് കട്ടിലുണ്ടായി 2 അപ്പൊ കാശിക്കൂട്ടിന് ഡബിൾ ബെഡാണ് ഇങ്ങനെ വലിക്കുന്നത് കട്ടില്. അപ്പൊ അത് മേടിച്ചപ്പോ അതിനകത്ത് ഉണ്ടായ ഒരു ബോക്സ് ആണ് ഇട്ടത്. അപ്പൊ ചുമ്മാ സാധനങ്ങളൊന്നും ഉണ്ടായില്ല, പെട്ടി മാത്രം ഉണ്ടായുള്ളൂ. കാശിക്കൂട്ടി ഇപ്പൊ അതിന്റെ കൈനറ്റിക് സാൻഡിട്ട് വെച്ചേക്കുവാണ് ഗൈസ്. ആണ് ഈ കൈനറ്റിക് സാൻഡ് എന്ത് കാണട്ടെ. ഈ പെട്ടി എനിക്ക് തരാൻ പറഞ്ഞിട്ട് ഇതിനകത്ത് അവൻ ആദ്യം ബാറ്ററി ഒക്കെ ഇട്ട് സൂക്ഷിക്കണ്ട. ഇപ്പൊ എന്താ അവൻ കൈനറ്റിക് സാൻഡ് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു മൂലക്കിരിക്കുന്ന സാധനം. പിന്നെ നമ്മൾ ഇന്നലെ സെറ്റാക്കിയിട്ടുണ്ടായ നമ്മുടെ ഈ ഒരു ചുമര് അത് നമ്മള് ഇന്നലെ സെറ്റാക്കിയിട്ടുള്ളൂ. ബാക്കി വന്ന വാൾപേപ്പർ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ നമ്മുടെ ഈ TV സ്റ്റാൻഡിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. അത് ഞാൻ വെടിപ്പായിട്ട് നീറ്റാക്കിയിട്ട് വെട്ടി നിരപ്പാക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മുടെ മുകളിൽ ഇതുപോലത്തെ ഒരു ബൾബുണ്ട്, ഇതുപോലത്തെ ഒരു ബൾബുണ്ട്. ഈ ബൾബൊക്കെ 2 പ്രാവശ്യം ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ലൈറ്റായിട്ട് കത്തും കേട്ടോ. അപ്പൊ എനിക്കിതൊരു കൗതുകമാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇനി ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞ കത്തും. ഇപ്പുറത്തെ അങ്ങനെ തന്നെ ആദ്യം നീല കത്തും, പിന്നെ ഓഫാക്കി ഓണാക്കിയ പിന്നെ മഞ്ഞ കത്തും. ഇതും അങ്ങനെ തന്നെ കണ്ടോ. ഇനി നല്ല രസമാണ്. ഇതെല്ലാം ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കാണാനായിട്ടുള്ള നമ്മുടെ വീടിന്റെ അകം കാണാനായിട്ട്. ഇങ്ങനെ കാശിക്കൊണ്ട് ഇങ്ങനത്തെ ലൈറ്റ് ഇടണാട്ടോ ഇഷ്ടം. കാശിന്റെ ഫ്രണ്ട് വന്നു കഴിയുമ്പോ കാശിക്കൊണ്ട് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ ഓഫ് ആക്കിയിട്ടിട്ട് ഇവിടുന്ന് TV ഒക്കെ കാണാം. അപ്പൊ ഡാൻസ് ഒക്കെ കളിക്കാം. അപ്പൊ ഇതാണ് ലൈറ്റ്. ഇങ്ങനത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മളൊരു ലൈറ്റ് മാത്രം ഇട്ടിട്ടൊക്കെ TV ആണ് കേട്ടോ. അപ്പൊ രസമാണ് കാണാൻ വേണ്ടി. ഒരു ഡിം ലൈറ്റ് ആയിരിക്കും ഇതുപോലത്തെ ഒരു ഇതട്ടോ. ആ ലൈറ്റ് നമ്മൾ രാവിലെ ആകുമ്പോൾ കത്തിച്ചു തരും കേട്ടോ. രാത്രി അവിടെ വരെ ഇങ്ങനെ കത്തിച്ചിട്ടും പിന്നെ കിടക്കാൻ നേരത്ത് മാത്രമേ ആ ലൈറ്റ് നമ്മൾ അവിടുന്ന് പ്ലഗ് ഊരത്തുള്ളൂ കേട്ടോ. ഗൈസ്, അപ്പൊ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ഭാഗത്ത് ഡെക്കോറേറ്റ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് തന്നെ അത് കാണിക്കട്ടെ. അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ റൂമിന്റെ അപ്പുറത്തെ വശം ബാക്കിയുള്ള വശങ്ങളൊക്കെ ഹോം ടൂർ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം ഒരു വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെക്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. എവിടെയൊക്കെയാണ് നോക്കിയിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. എനിക്ക് ആക്ച്വലി വീട് ഫുള്ളും ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മിനിമൽ അല്ല, മാക്സിമൈസ് ആയിട്ട് എല്ലായിടത്തും സാധനങ്ങൾ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ കുറെ ആൾക്ക് ഇഷ്ടമല്ലുണ്ടാവില്ല, പ്ലെയിൻ ആയിട്ട് വെക്കണം എനിക്ക് ഇഷ്ടം. പക്ഷെ എനിക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണതാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഒരു ഇഷ്ടമായിരിക്കുമല്ലോ. സോ ഗൈസ്, നമുക്ക് പോയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ വിചാരിക്കുന്നു നമുക്കിത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കിട്ടിയാണ് ആ ഫ്രെയിമുകളൊക്കെ സെറ്റ് ചെയ്യാന്നുണ്ട്. കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ ഒട്ടിച്ചേക്കുന്നത് ഡബിൾ ടേപ്പ് വെച്ചിട്ടുണ്ട്. മരമാണെങ്കിലും ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഇരിക്കേണ്ട നല്ല കട്ടിയുള്ള. അപ്പൊ നമുക്ക് ആ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടോ, ഈ ഒരു സ്ഥലത്ത് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. സ്റ്റിക്ക് ഇതുപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടി കട്ടിയുള്ള ഒരു
പശയാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ബോർഡിലൊക്കെ ഇട്ടിച്ചാൽ ഇടിഞ്ഞോളിഞ്ഞ് വീഴോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഷോട്ടിൽ പറയാം. അപ്പൊ ഇതുപോലെ പറിച്ചെടുത്തിട്ട് നമുക്ക് നേരെ ബോർഡിലേക്ക് അത് ഒട്ടിക്കാം കേട്ടോ. ആകാശ് ഇവിടെ നിന്ന് ആകാശ് പറിച്ചോ എന്നാ പീൽ ചെയ്തോ. ഓക്കെ ഗൈസ്, ചുണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഇതിനകത്തൊരു സാധനം ഞാൻ കണ്ടത്. ഈ ഫ്രെയിമിനകത്ത് കണ്ടോ ഒരു മോതിരം, ആ വെള്ള കളറില് ഒരു ബോ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മോതിരം ഉണ്ട് ഗൈസ്. കണ്ടോ ഗൈസ്. അപ്പൊ നമ്മളിതേ ഇവിടെ ഇത്രയും ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ചെറിയത് ഇങ്ങനെ 3 ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഭാഗത്ത് ബാക്ക്ഗ്രൗണ്ട് വേറൊരു കളർ കൊടുത്തിട്ട് ചെയ്യായിരുന്നു എന്ന്, അത് ഒട്ടിക്കായിരുന്നു. പിന്നെ നമ്മളിത് ഈ ഒരു മൂലക്കയും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മൂലക്കെ ഇതുപോലെ കുറച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ബാക്കി കുറച്ച് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിലുള്ളതുണ്ട്, പിന്നെ അത് ഇതുപോലത്തെ കുറെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോന്നോളും. ബോളിലെ സ്റ്റിക്കർ ഒന്നും പോരത്തില്ല. അപ്പോൾ ഈ ബോൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ബാക്കി വേണമെന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇടാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് ലാമ്പ് പോലെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് സ്ക്വയർ പീസാക്കി ആക്കിയിട്ട് പശയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഗ്ലൂ തന്നെ വേണം. ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് നമുക്ക് വേണമെങ്കിൽ മറ്റേ ഇപ്പോൾ റംദാൻ വരുന്ന സമയത്ത് റംദാൻ്റെ മറ്റേ ലൈറ്റൊക്കെ ഉണ്ടാക്കാവേ. അപ്പൊ നമുക്കത് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഷോർട്ട് വീഡിയോയിൽ ഇടാം. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എനിക്കിത് ഇവിടെയൊക്കെ ക്ലീൻ ആക്കി കുട്ടപ്പനാക്കി ഇടാണ്ടത് കണ്ടോ. ഇവിടെയൊക്കെ ടേപ്പൊക്കെ പറിച്ചതിന്റെ സാധനങ്ങളും ഒക്കെ ഇവിടെ അലമ്പായി മെസ്സായി കിടക്കുവാണ്. സോ ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി സുന്ദര കുട്ടപ്പനാക്കി ഇടണം. അപ്പൊ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.